തോറ്റോ എന്ന് കരുതുന്ന നിമിഷം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. വിജയിക്കാനുള്ള കുറച്ച് വഴികളും എങ്ങനെ തോൽവിയെ പരാജയപ്പെടുത്തും എന്നതിനെ കുറിച്ചുമാണ് വീഡിയോ. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തോറ്റുപോയി എന്ന് കരുതുന്നുണ്ടോ? വിജയിക്കാനുള്ള കുറച്ച് വഴികളും എങ്ങനെയാണ് ഈ തോൽവിയിൽ നിന്നും വിജയത്തിലേക്ക് പുറപ്പെടുക അല്ലെങ്കിൽ മുന്നേറുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. തോൽവി എന്ന് പറയുന്നത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ജീവിതത്തിൽ തോറ്റുപോയാൽ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. വിജയിച്ചവർ പറഞ്ഞതെന്ന് വെച്ചാൽ തോൽവി ഒരു ചവിട്ടുപടിയാണ്, വിജയത്തിലേക്കുള്ള ചവിട്ടുപടി. അത് കയറി കയറി മുന്നോട്ട് പോവാം. ചിലർ പറയും നമ്മൾ കയറുന്ന സ്റ്റെപ്പുകളൊക്കെ കയറി കയറി പോകുന്നേ ഉള്ളൂ, എവിടെയും ഒരു ഇത് കാണുന്നില്ല. പക്ഷേ ലൈഫിൻ്റെ ജേണി എങ്ങനെയാണ്? ലൈഫിലൊന്നും സ്ഥിരമായിട്ടുള്ളതില്ല. അത് ജയമായാലും പരാജയമായാലും. നിങ്ങളുടെ പരാജയത്തിന് കാരണം ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കാം, നിങ്ങളുടെ പഴയത് മറക്കാൻ സാധിക്കാത്തതായിരിക്കാം. അത് ഈ പരാജയം എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് ആക്കി എടുത്ത് അതിനെ മാറ്റാനുള്ള വഴികൾ, പൊതുവഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം എല്ലാ കമ്പനികളും വിജയിക്കാൻ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ഇതാക്കുന്നു. കാരണം അവരുടെ ഫെയിലിയറാണ് ഈ ഫീഡ്ബാക്കിലൂടെ കമ്പനിക്കാരോട് ആളുകൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി അതിനെ ആക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഇൻപെർഫെക്ഷൻസ് ഉണ്ട്, അതിനെ നമ്മുടെ പെർഫെക്ഷൻസ് എങ്ങനെയാവാം. നമുക്ക് പലർക്കും പല ഇൻപെർഫെക്ഷൻസും ഉണ്ടാവും. പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ഈ ലോകത്തില്ല. കാരണം മനുഷ്യൻ്റെ ഒരു നിർമ്മിതിയും 99.9% കൂടുതൽ പെർഫെക്റ്റ് അല്ല. 0.1% മിസ്റ്റേക്കാരൊക്കെ ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. പ്രകൃതിയിൽ എന്നും പെർഫെക്റ്റ് ആയിട്ടുള്ളതില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ട്. അത് ഫുഡ് ചെയിനിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കാരണം ഒന്നും ഈ 100% പെർഫെക്റ്റ് ആയിട്ട് വെക്കാത്തത് അതുകൊണ്ടാണ്. അങ്ങനെ ആയാൽ ഒരു കംപ്ലീറ്റ്നെസ്സിനെ എന്ന് പറയുന്നത് അതിനർത്ഥമില്ലാത്ത കാര്യമാണ്. ഓക്കെ, പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് വെച്ചാൽ നിങ്ങളുടെ പരാജയം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, ഇതിന് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കുക. ചിലപ്പോൾ മടിയായിരിക്കാം, മടി മാറ്റാനുള്ള ടിപ്പുകൾ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആങ്ഷ്യസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആങ്സൈറ്റി മാറ്റാനുള്ള വീഡിയോ ഉണ്ട്. പിന്നെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നതാണെങ്കിൽ അതും മാറ്റാനുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് കാണാം. ഓക്കെ, നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മളിനി ജയിക്കാനുള്ള എന്താ പറയുക, നിങ്ങൾക്ക് ജയിക്കാനുള്ള വഴികളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ജയം എന്ന് പറയുന്നത് നിങ്ങളുടേതായ തന്നെ അതിന് നിങ്ങൾ വിജയത്തിനെ വിഷ്വലൈസ് ചെയ്യണം. അതായത് എപ്പോഴും നിങ്ങൾ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുക, ഒരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് കണ്ടെത്തുക. ഇനി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്ത് കളയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ നെക്സ്റ്റ് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റാം എന്നുള്ളത്, അതിന് ശേഷം പോസിറ്റീവ് എങ്ങനെ നടക്കാം